ഹായ് ഓൾ, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു അഡോബി ഫോട്ടോഷോപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ്. ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഫോട്ടോഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഫയൽ കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. ഇവിടെ ഇമേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇമേജ്. നമ്മൾ ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇമേജ് സെലക്ട് ചെയ്തു, റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ താഴെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തു. കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് ഈസി ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട്. കണ്ടില്ല, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഹെയർ ആണ്, എന്നിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇവിടെ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ സെലക്ട് ആയി കിട്ടും. കണ്ടില്ലേ, ഇനി നമുക്കിത് ഇൻവേർട്ട് ആക്കാനുണ്ട്. അതിനായിട്ട് നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ ഐ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയി കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിന് മുകളിൽ കാണുന്ന എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എഡിറ്റിനകത്ത് ഫില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഫില്ലിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടൻസിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ കളർ കൊടുക്കുക. ദെൻ രണ്ടാമതായിട്ട് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മോഡിനകത്തും കളർ കൊടുക്കുക. ഒപ്പാസിറ്റി നമുക്കൊരു 40 to 60 അതിനിടയ്ക്ക് 40-60 ഇടയ്ക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനൊരു 50 ഒരു 50 കൊടുക്കുകയാണ്. കളർ നമ്മളിവിടെ സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കളർ. അപ്പോൾ ഞാനൊരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളൊരു കളറാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വളരെ ഈസി ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ആ പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് ബിഫോർ നോക്കാം, ആഫ്റ്റർ നോക്കാം. കണ്ടില്ലേ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക.